ഹലോ ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ടേൽസ് ഓഫ് നെജു. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. 3 ക്യാരറ്റും അതുപോലെ 1 കപ്പ് റവയും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള സ്വീറ്റ് റെസിപ്പിയാണ്. ഈ ഒരു സ്വീറ്റ് നമുക്ക് പുഡിംഗ് സ്റ്റൈലിലും സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിലേക്ക് ചൈന ഗ്രാസോ ജലാറ്റിനോ കോൺഫ്ലവറോ അഗർഗക്കറോ ഒന്നും തന്നെ ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ട് നമുക്ക് 3 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ 3 ക്യാരറ്റിൻ്റെയും തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. ഇതുപോലെ ഒരു പീലർ യൂസ് ചെയ്തുകൊണ്ട് കളഞ്ഞെടുത്താൽ മതിയാവും. പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി കിട്ടും. അപ്പോൾ 3 ക്യാരറ്റ് നമുക്ക് ക്ലീൻ ആക്കി വരാം. അതിനുശേഷം ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇപ്പോൾ ഇതാ 3 ക്യാരറ്റും തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ 2 സൈഡ് ഭാഗവും കട്ട് ചെയ്ത് ഒഴിവാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കഴുകിയിട്ട് ഇതുപോലെ കുറച്ച് വലിയ വലിയ പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു സ്വീറ്റിന് വേണ്ടി ആദ്യം തന്നെ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും അതുപോലെ 1/2 ടീസ്പൂണോളം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുക്കറിൽ 2 വിസിലിലൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ക്യാരറ്റ് ഇതാ വേവിച്ചെടുത്തിട്ടുണ്ട്. 2 വിസിലിന് ശേഷമാണ് കാണുന്നത്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയെടുത്ത ശേഷം ഇതൊന്ന് ചൂടാറാൻ മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത് തേങ്ങാപ്പാലാണ്. അപ്പോൾ തേങ്ങാപ്പാലാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 4 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് പാലാണെങ്കിൽ പാലും യൂസ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതാ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ തേങ്ങാപ്പാൽ അരച്ചെടുത്ത ശേഷം ഇതിലേക്ക് ആ ഒരു മിക്സിയിലേക്ക് തന്നെ 1/2 കപ്പ് കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതായത് ടോട്ടലി 1.5 കപ്പ് തേങ്ങാപ്പാലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി അതിന് ശേഷം നമുക്ക് വേവിച്ചെടുത്തിട്ടുള്ള ക്യാരറ്റ് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതാ 4 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക. നല്ല പശു പോലെ എന്നൊക്കെ പറയില്ലേ, അതേപോലെ അരച്ചെടുത്ത് വരാം. അപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റായിട്ട് തന്നെ എല്ലാം റെഡിയാക്കി വെക്കണം. ഇപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് തന്നെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 1 കപ്പ് റവ. 1 കപ്പ് റവ എന്ന് പറഞ്ഞാൽ 250 ഗ്രാമാണ്. അപ്പോൾ 1 കപ്പ് റവയിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള 1.5 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1.5 കപ്പിൽ നിന്ന് ഒരു 4 ടേബിൾ സ്പൂൺ കുറച്ചിട്ടുണ്ട്. ആ 4 ടേബിൾ സ്പൂൺ നേരത്തെ ക്യാരറ്റ് അരക്കാനായിട്ട് യൂസ് ചെയ്തതായിരുന്നു. നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സി ജാറിലിട്ടിട്ട്. ഇനി നമുക്ക് പുഡിംഗ് ഉണ്ടാക്കി തുടങ്ങാം. ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയം ഫ്ലെയിം ഓൺ ആക്കിയിടരുത്. റവയുടെ മിക്സ് ഒഴിച്ച ശേഷം ഫ്ലെയിം ലോയിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ തേങ്ങാപ്പാൽ നന്നായിട്ട് റവ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് നോർമൽ വാട്ടറാണ് ഒഴിച്ചിട്ടുള്ളത്. പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കട്ടയായതൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് വീണ്ടും ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. റവ ആയതുകൊണ്ട് കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ റവയൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വീണ്ടും ഇതൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ ആയി കിട്ടും. പഞ്ചസാരയൊക്കെ മെൽറ്റായി വരുമ്പോൾ ഈ റവയൊക്കെ ഒന്ന് ലൂസായി കിട്ടും. ഇത് നന്നായിട്ട് കൈ വിടാതെ ഇളക്കി കൊടുക്കുക. നമ്മൾ ചേർത്ത് കൊടുത്ത പഞ്ചസാര മെൽറ്റാവുന്നവരെ കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ റവയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണം. നേരത്തെ കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നൊക്കെ നന്നായിട്ട് ഇതുപോലെ കോരി കൊണ്ട് ഉടച്ചെടുക്കണം. പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും കേട്ടോ.
അപ്പോൾ ഇതാ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് വേണം നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ പ്യൂരി ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതായത് മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുള്ള വേവിച്ച ക്യാരറ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും കൈ വിടാതെ ഇളക്കി കൊടുക്കുക. ഇനി ഇത് കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. പിന്നെ ക്യാരറ്റൊക്കെ ഓൾറെഡി കുക്കായത് കാരണം പെട്ടെന്ന് നമുക്ക് സെറ്റായി കിട്ടും കേട്ടോ. ഈ റവയും ക്യാരറ്റൊക്കെ പെട്ടെന്ന് തിക്ക് ഫോമിലാവും. ആ ഒരു സമയം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഈ ഒരു പുഡിങ് ഏതൊരു സാധാരണക്കാരനും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് ചെറുതായിട്ട് തിള വരുന്നുണ്ട്. ഈ ഒരു സമയത്തും കൈവിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഈ ഒരു പാനിൽ നിന്നും കുറച്ച് വിട്ട് കിട്ടുന്ന ആ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു പുഡിങ് കുറച്ചും കൂടി ടേസ്റ്റി ആവണമെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ അതൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തത് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു പുഡിങ് കഴിക്കുന്ന സമയത്ത് നമുക്ക് മുന്തിരിയോ അതുപോലെ നട്ട്സൊക്കെ കടിക്കാൻ കിട്ടും, പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ച് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാൻ ഇതുപോലെ 3 ബൗൾസിലേക്കാണ് മാറ്റി വയ്ക്കുന്നത്. നമുക്ക് ഏത് ട്രേയിലാണോ ഇത് സെറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ഏതിലേക്ക് വേണമെങ്കിലും നമുക്ക് മാറ്റി കൊടുക്കാം. ഓയിലൊന്നും ബ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ ഓയിൽ ബ്രഷ് ചെയ്യാതെയാണ് കാണിക്കുന്നത്. അപ്പോൾ 3 ബൗളിലേക്കും ആക്കി കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട് കാഷ്യൂ നട്ട്സ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നിന്നുള്ള ബാക്കിയുള്ളത് മറ്റൊരു പാത്രത്തിലേക്കും അതുപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്കും മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റീൽ പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുള്ളതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് പുഡിംഗ് സ്ട്രക്ചറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ബൗളിലുള്ളത് നമുക്ക് സ്പൂൺ ഉപയോഗിച്ചിട്ടും കഴിക്കാം. പിന്നെ ഇതുപോലെ തന്നെ ആക്കി കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഒന്ന് അറ്റൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേഗം വിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ പറയുമല്ലോ വായിലിട്ടാൽ അലിഞ്ഞു പോകും, ആ ഒരു സ്ട്രക്ചറിലുള്ള പുഡിങ്ങാണ്. കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല ടേസ്റ്റിയാണ്. വീട്ടിലൊക്കെ ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച ശേഷം എന്തെങ്കിലുമൊക്കെ ഒരു മധുരം വെച്ച് കൊടുക്കുമല്ലോ, ആ ഒരു സമയത്ത് നമുക്ക് റവയും അതുപോലെ ക്യാരറ്റും ഉണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് ഈ ഒരു ഡിസേർട്ട് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇതാ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻസുകൾ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.